ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ മിന്നും താരങ്ങളായ പല നടന്മാർക്കുമെതിരെ ഗുരുതരമായ ലൈംഗിക പീഡന പരാതികളാണ് ഉയർന്നു വന്നത്. സർക്കാർ എല്ലാ പരാതികളിലും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഉയർന്നു വന്ന എല്ലാ പരാതികളെയും മുകേഷ് MLA-ക്കെതിരെ തിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചത്. ആ മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിലൂടെ രക്ഷപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവുണ്ട്, ചന്ദ്രശേഖർ എന്ന ലോയേഴ്സ് കോൺഗ്രസ് നേതാവ്. അയാൾക്കെതിരെ ഉയർന്നു വന്നത് ഗുരുതരമായ ഒരു ലൈംഗിക അതിക്രമ പരാതിയായിരുന്നു. അതിനായി അദ്ദേഹം ഇപ്പോൾ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രശേഖറിനെതിരെ, കോൺഗ്രസ് നേതാവായിരുന്ന ചന്ദ്രശേഖറിനെതിരെ ഇപ്പോൾ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പരാതിക്കാരിയെ പരാതി പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തി എന്നാരോപിച്ചാണ് ഇപ്പോൾ ഒരു കേസ് നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയടക്കം ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കേസാണ്. അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഇപ്പോൾ ഏഷ്യാനെറ്റ് ഓൺലൈനിൽ വന്നിട്ടുണ്ട്. ആ വാർത്ത ഒന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: പീഡനക്കേസിലെ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തി ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവ് ചന്ദ്രശേഖറിനെതിരെ വീണ്ടും കേസ്. ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവ് ചന്ദ്രശേഖറിനെതിരെ വീണ്ടും കേസ്. പരാതി പിൻവലിക്കാനായി പീഡനക്കേസിലെ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ്. നെടുമ്പാശ്ശേരി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ചന്ദ്രശേഖറിനെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തതായി പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചത്. കേസിലെ പരാതിക്കാരിക്ക് മറ്റൊരാൾ മുഖേന ഭീഷണി സന്ദേശം അയച്ചു എന്നാണ് കേസ്. നിലവിൽ മുകേഷിന്റെയും ഇടവേള ബാബുവിന്റെയും ഒപ്പം ചന്ദ്രശേഖറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കുകയായിരുന്നു. എന്തായാലും ഇനി ചന്ദ്രശേഖറിന് ഒരു ജാമ്യം ലഭിക്കുക അത്ര എളുപ്പമാകുമെന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. കാരണം അദ്ദേഹത്തിനെതിരെ മറ്റൊരു കേസ്, ഇതേ പരാതിക്കാരിയെ പരാതി പിൻവലിപ്പിക്കാൻ ഭീഷണിപ്പെടുത്തി എന്നാരോപിച്ചൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഉയർന്നു വന്ന മറ്റൊരു ലൈംഗിക പീഡന പരാതിയിലും ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ ഉണ്ടായ ഒരു ദിവസമായിരുന്നു. അത് നിവിൻ പോളിക്കെതിരെ ഉയർന്നു വന്ന ലൈംഗിക പീഡന പരാതിയിലായിരുന്നു. നിവിൻ പോളി തന്നെ മയക്കുമരുന്ന് അടക്കം നൽകി പീഡിപ്പിച്ചു എന്നാരോപിച്ച പരാതിക്കാരിയുടെ പരാതി തന്നെ വ്യാജമാണെന്ന് തെളിയിക്കുന്ന നിലയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് പുറത്തു വന്നത്. നിവിൻ പോളി ഈ ആരോപിക്കപ്പെടുന്ന സമയത്ത്, പീഡനം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സമയത്ത് തൻ്റെ ഒപ്പം തൻ്റെ സിനിമയായ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ സെറ്റിൽ ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ രംഗത്ത് വന്നിരുന്നു. വിനീത് ശ്രീനിവാസൻ പറയുന്നത് തൻ്റെ പക്കൽ ചിത്രങ്ങളടക്കമുള്ള തെളിവുകളുണ്ട് എന്നും, ഈ പറയുന്ന 2023 ഡിസംബർ 14 മുതൽ 2023 ഡിസംബർ 15 പുലർച്ചെ 3 മണി വരെ നിവിൻ പോളി തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളുണ്ട് എന്നുമാണ് ഇപ്പോൾ ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഉയർന്നു വന്ന മുഴുവൻ പരാതികളിലും കൃത്യമായ അന്വേഷണം നടക്കേണ്ടതായുണ്ട്. അതിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാകില്ല. പക്ഷേ വ്യാജ പരാതികൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് വ്യാജ പരാതികൾ ഉയർത്തുന്നവർക്കെതിരെയും നടപടികൾ ഉണ്ടാകണം. മുൻപാരോ പറഞ്ഞ പോലെ കുറ്റാരോപിതരാകുക എന്ന് പറയുന്നതും ഒരു ശിക്ഷ തന്നെയാണ്. എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ലോയേഴ്സ് കോൺഗ്രസ് നേതാവായിരുന്ന ചന്ദ്രശേഖറിനെതിരെയുള്ള വാർത്തയിൽ ഒരു കാര്യം ഉറപ്പാണ്: ചന്ദ്രശേഖറിന് ഉടനെങ്ങും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കാണാൻ സാധിക്കുന്നില്ല.